പുള്ളി പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന വണ്ടി ചവിട്ടി നിർത്തി ഇറങ്ങാൻ പറഞ്ഞ വണ്ടിക്കായിരുന്നു. ഞാൻ 3 മണി അതുകൊണ്ടായിട്ടുണ്ട് ആ എയർപിന്നിൽ വന്നപ്പോൾ. ഇന്ന് രാവിലെ നമ്മൾ പോളി ഫിറോസ് ഖാന്റെ ഒരു ഇന്റർവ്യൂ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫിറോസ് ഖാൻ മമ്മൂക്കയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് ഒരാളെ നിർബന്ധിച്ച് വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് റോഡിൽ ഇറക്കി വിട്ടു എന്നൊക്കെയുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും ഉള്ളതാണ്. ശരിക്കും ഇങ്ങനെ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോയി വണ്ടിക്കകത്ത് ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏത് സിറ്റുവേഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫിറോസ് ഖാൻ അറിയാതെ പോയത്. ഫിറോസ് ഖാൻ അതിനകത്ത് വന്ന് പറഞ്ഞത് വേറെ രീതിയിലാണ് വന്ന് സംസാരിച്ചത്. ഓക്കെ, പിന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അത് ഊരി മാറ്റൂ എന്നൊക്കെ. ഓക്കെ, എന്തായാലും അതിന് നമുക്ക് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഫിറോസ് ഖാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ട്. കുറെ നാൾക്ക് മുന്നേ ഡയറക്ടർ പോൾസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. മാസ്റ്റർ ബിൻ എന്ന് പറയുന്ന ഒരു ചാനലിലായിരുന്നു ആ ഒരു ഇന്റർവ്യൂ വന്നത്. അതിനകത്ത് ഈ പുള്ളിക്കാരൻ ഈ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയെ പറ്റിയിട്ടായിരുന്നു ഫിറോസ് ഖാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് വ്യക്തമായിട്ട് ഈ പുള്ളി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. കാണുന്നില്ല ഇങ്ങനെയാണെന്നല്ല പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ തന്നെ ചോദിച്ചു, കല്യാണം കഴിച്ചു എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഉണ്ട്, പിള്ളേരെല്ലാം ഉണ്ട്, ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു. വീട്ടിൽ നിന്നെല്ലാം ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പിണങ്ങിയിട്ടാണ് ഇവിടെ ഞാൻ സ്റ്റേജ് കെട്ടിയത്. അപ്പോൾ വീട് മേടിച്ചിട്ടില്ല, ഞാൻ വീട്ടിൽ വാടക താമസിക്കും. വാടകയ്ക്കെന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു, ഭയങ്കര ചെറിയ മനസ്സാന്ന് പറയുന്നത്. പെട്ടെന്ന് ഫീൽ ചെയ്തു, വാടകയ്ക്കാണ് താമസിക്കും, ഒരു വീട് മേടിച്ചില്ല. ഇല്ല, നോക്കാം, മേടിക്കാനായില്ല, കാശായില്ല. കുറച്ചേരം വണ്ടി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഈ പടം കഴിഞ്ഞു. മണിയുത്തര ശ്രീരാത്രി നിറക്കൂട്ട് പുള്ളി അന്ന് കുറേ പടങ്ങളുണ്ട്, ഒരു 5 പടങ്ങളുണ്ട്. തനിയാവത്ത് 5 പടമുണ്ട്. 5 പടം കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറഞ്ഞതാണ്, 5 പടം കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ ഹീറോയാണ്. സൂപ്പർ ഹീറോ കോൺഫിഡൻസ് ഉണ്ട്. നല്ല സബ്ജക്ട്, നല്ല സാധനമാണ്. അത് ഇത് കഴിഞ്ഞാൽ ഞാൻ മണിയുത്തര ശ്രീരാത്രി പുള്ളി സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് കിട്ടിയിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെ മമ്മൂക്ക നിർബന്ധിച്ചായിരുന്നു വണ്ടിക്കകത്ത് കയറ്റി. അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിയുടെ സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടായിരുന്നു കൊണ്ടുപോയത്. ഈ പുള്ളിക്കാരൻ പണ്ട് കുറെ പടങ്ങളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ പോൾസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പുള്ളിയുടെ ഏതൊക്കെ മൂവീസാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളിയെടുത്ത് ചോദിച്ച് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരനുണ്ട്, പുള്ളിക്കാരൻ്റെ വൈഫുണ്ട്. ഇവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഈ പുള്ളിയുടെ വൈഫ്. എന്നിട്ട് ഇവർ മാറി താമസിക്കുവാണ്. ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇവർ വീടോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ അത് മമ്മൂക്കയ്ക്ക് അത് കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഭയങ്കര വിഷമമായിട്ട് പിന്നെ നടന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശരിക്കും കേൾക്കേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയുടെ കാണാം. സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് ആകട്ടെ ദൈവമേ. അപ്പോൾ ഞാൻ പറയും, മമ്മൂക്കാരുടെ കൂടെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ യാത്ര ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ താമസിച്ചാൽ പറഞ്ഞു അതല്ലോ പറഞ്ഞു, ഒരു 5 പടത്തിൻ്റെ ഡേറ്റ് തനിക്ക് തരാം. ഇത് മമ്മൂക്ക 5 പടത്തിനോ? ഞാൻ എവിടെ നിന്ന് പ്രൊഡ്യൂസറെ കിട്ടാനോ? ഞാൻ എവിടെ നിന്ന് ചെയ്യാനോ? അല്ലടൂ, ഞാൻ 5 പടത്തിന് എൻ്റെ അഡ്വാൻസ് തരണം. എനിക്ക് 2 പടത്തിന് ഞാൻ ഇത് തരാം, ഡേറ്റ് തരാം. ശരി, ഞാൻ നമുക്ക് ഈ 5 പടത്തിന് എത്ര രൂപ വെച്ച് തരണം? 25,000 രൂപ ഒരു പടത്തിന് അഡ്വാൻസ് ആയിട്ട് തരണം. അപ്പോൾ 5 പടത്തിന് എനിക്ക് കാശ് എന്ന് പറഞ്ഞാൽ 1,4 ലക്ഷം രൂപ. 1,4 ലക്ഷം രൂപ മുടക്കിയാൽ എനിക്ക് 5 പടത്തിന് കിട്ടും. ഈ പടങ്ങളെല്ലാം കഴിയുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചോദിക്കും, ഈ പടം ഡേറ്റ് ചോദിച്ചു. ഓരോരുത്തർ വരുമ്പം താൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാൻ പറയും, അത് പോൾസൻ്റെ ഇല്ല, മാർച്ചിലെ ഡേറ്റ്. മാർച്ചിൽ പോൾസൻ്റെ ഇല്ല. അപ്പം എന്ത് ചെയ്യും? പോൾസൻ്റെ കഥ റെഡിയായിട്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ സംസാരിച്ചാൽ കിട്ടും, ആ ഡേറ്റ് കിട്ടും. അപ്പം 1 രൂപ പോൾസൺ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ പോൾസൺ തന്നേക്കും. മമ്മൂക്ക പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഒരു 4-5 പടം ഇറങ്ങാനുണ്ട്. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സൂപ്പർ സ്റ്റാർ ആണ്. അത് കഴിഞ്ഞാൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് കിട്ടും. അതുകൊണ്ട് ഈ പറയുന്ന ഡയറക്ടർ പോൾസന് ഒരു 5 പടത്തിന്റെ ഡേറ്റ് കൊടുക്കാം. ഓക്കെ, അതിന് 25,000 രൂപ വെച്ചിട്ട് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അഡ്വാൻസ് കൊടുത്ത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പടങ്ങളൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒരുപാട് ഓഫറുകളുമായിട്ട് വേറെ ആൾക്കാർ മമ്മൂക്കയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് മമ്മൂക്ക പറയും, അത് ഞാൻ ഓൾറെഡി പോൾസിന് ഡേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ പോൾസിന്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വേണം കുറച്ച് പൈസയൊക്കെ അധികം കൊടുത്തു കഴിഞ്ഞാൽ മേ ബി കാര്യം നടന്നേക്കാം എന്ന് പറഞ്ഞു. ആ കൂടുതൽ കിട്ടുന്ന പൈസയിൽ ഒരു വീട് വേണമെങ്കിൽ മേടിച്ചോ എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക സംസാരിച്ചത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പോളി ഫിറോസ് പറഞ്ഞൊരു സ്റ്റോറിക്കകത്ത് ഇതൊന്നും വന്നിട്ടില്ല. പോളി ഫിറോസ് പറഞ്ഞ എന്താണ്, ഒരാളെ നിർബന്ധിച്ച് വണ്ടിക്കകത്ത് കയറ്റി അയാളെ റോഡിൽ ഇറക്കി വിട്ടു, എന്തൊക്കെയാണ് വന്നിരുന്ന് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ഈ അവിടെയും ഇവിടെയും കേട്ടിട്ട് വന്നിരുന്ന ഓരോ ഡയലോഗ് അടിക്കരുത്. വെറുതെ റീച്ചിന് വേണ്ടി വന്നിരുന്ന ഓരോ തോന്നിവാസങ്ങൾ വന്ന് സംസാരിക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്ന്. ശരിക്കും പോളി ഫിറോസ് എന്താണ് സംസാരിച്ചത്? ഈ പറയുന്ന വ്യക്തി മമ്മൂക്കയെ ഗ്ലോറിഫൈ ചെയ്താണ് സംസാരിച്ചത്.
ശരിക്കും മമ്മൂക്കയെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്, നല്ലൊരു ഓഫറല്ലേ സംസാരിച്ചത്. കാര്യം അതിനകത്ത് ഇവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മമ്മൂക്കയ്ക്ക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇത്രയും വലിയൊരു ഓഫർ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ സംസാരിച്ച എന്താണ്, മമ്മൂക്ക എൻ്റെ കയ്യിൽ തരാനായിട്ട് പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണ് ഇനി പുള്ളിക്കാരൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ തരാൻ പൈസയൊന്നുമില്ല, പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ ഗോൾഡ് എല്ലാം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പോലും എനിക്ക് ഇത്രയും പൈസ തരാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രവുമല്ല, ആ പടങ്ങളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാലും പടങ്ങൾ ഹിറ്റ് ആയില്ല എങ്കിൽ ഒരു പക്ഷേ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം വരുമെന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്കയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് പുള്ളിക്കാരൻ കാർ ചവിട്ടി നിർത്തി പുള്ളിക്കാരൻ്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഇതായിരുന്നു സംഭവം. എന്തായാലും നമുക്ക് ബാക്കിയോടെ കേൾക്കാം. പക്ഷെ കാശ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പടങ്ങിയ വീട്ടിൽ നിന്ന് പടങ്ങിയ കല്യാണം കഴിച്ചത് ഗോൾഡ് എല്ലാം കൂടെ അവിടെ എല്ലാം കൂടെ തൂത്തുവാരി വിറ്റാൽ അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. ഞാനും എല്ലാം കൂടെ എവിടെയെങ്കിലും തക്കിയോ അവിടെ പോയോ അവരുടെ വീട്ടിൽ പോയോ എന്തെങ്കിലും ചോദിച്ച് ഇത്രയും വേണ്ടി തന്നു കഴിഞ്ഞിട്ട് ഈ പണം എന്തെങ്കിലും ഫ്ലോപ്പ് പറ്റിയാൽ എൻ്റെ മനസ്സിൽ നമുക്ക് 2 വർഷം ചിന്തിക്കണമല്ലോ. ജയിച്ചാൽ ഞാൻ ഇത്രയും രൂപ എനിക്ക് ലാഭം കിട്ടും, നമുക്കായി കൊണ്ട് ഇരിക്കുകയോ ഇല്ല, ഇതെനിക്ക് പറ്റിപ്പോയി, എന്തെങ്കിലും പറ്റിപ്പോയാൽ പടത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഈ പൈസ മുഴുവൻ എൻ്റെ കയ്യിൽ പോകത്തില്ല. ആരും എൻ്റെ ഡേറ്റ് ചോദിച്ചു വരത്തില്ല. നമ്മുടെ മനസ്സിൽ അതല്ലേ ഉള്ളൂ. വന്നില്ലെങ്കിൽ എൻ്റെ കാശ് മുഴുവൻ പോകത്തില്ലേ നമുക്കാന്ന് ചോദിച്ചു. കുട്ടിക്കുള്ളി പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന വണ്ടി ചവിട്ടി നിർത്തി ഇറങ്ങാൻ പറഞ്ഞ വണ്ടിക്കായിരുന്നു. തൊഴിൽ ഞാൻ 3 മണി അതുകൊണ്ടായിട്ടുണ്ട് ആ എയർപിന്നിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ധാരാളം ഞാൻ നമുക്ക് ഞാൻ 2 വശവും പറഞ്ഞില്ലേ, നല്ലതാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, ഇത്രയും ഒരു വീടായി. ഇത് ഇറങ്ങാൻ പറഞ്ഞു വണ്ടി നിർത്തി. ഞാൻ വണ്ടിയാന്ന് ഇറങ്ങി ബാഗ് വാട്ടി ഞാൻ പുറത്തിറങ്ങി. ഞാനവിടെ കരഞ്ഞോണ്ട് നിൽക്കുക. പുള്ളി വണ്ടി ഓടിച്ചാൽ പോയി. ഞാൻ എൻ്റെ കൈ കാശുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ കയറാം എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അതേപോലെ തന്നെ വണ്ടി ഇറങ്ങിപ്പോയ സ്പീഡിൽ തന്നെ മൂന്ന് വഴി തിരിച്ച് റിവേഴ്സ് വന്നു. പുള്ളി കയറുള്ള വണ്ടിയായിരുന്നു. അപ്പം ഇല്ല കയറി ഞാൻ വണ്ടി ബസ്സിനകത്ത് വന്നു കയറാനല്ലേ പറഞ്ഞിരുന്നു. പിന്നെ പിടിച്ച് വണ്ടി ഞാൻ കയറത്തിലാണ് വന്നിരുന്നു. പിടിച്ച് കയറുന്നു വലിച്ച് കയറ്റി വണ്ടി വിട്ടു വീട്ടിൽ വന്നു. എറണാകുളത്ത് വന്നു. അവിടെ കടവന്തര താമസിക്കുന്നു. ആ വീട്ടിൽ കൊണ്ട് നിർത്തി. പുള്ളി വണ്ടിക്കകത്ത് ഇറങ്ങി പോയി. ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. അപ്പൊ ഇതായിരുന്നു ആ ഒരു സംഭവം. അതായത് പുള്ളിക്കാരൻ അത് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് വിഷമത്തിന്റെ പേരിൽ ഈ പുള്ളിയെടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇറക്കി വിട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വണ്ടിക്കകത്ത് വീണ്ടും വന്ന് പുള്ളിയെ വീണ്ടും വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റിയിട്ട് തിരിച്ച് മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ട് മമ്മൂക്ക വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പുള്ളിയുടെ റൂമിലോട്ട് പോയി. അതിനുശേഷം ഈ പുള്ളി കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം മമ്മൂക്കയുടെ വൈഫാണ് വന്നിട്ട് ഈ പറയുന്ന ഡയറക്ടർ പോൾസിനെ വീട്ടിനകത്തോട്ട് വിളിച്ചിട്ട് ഒരു ടവലും സോപ്പും കൊടുത്ത് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. പോയി കുളിച്ചിട്ട് വന്നു. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡും കഴിച്ചു. തിരിച്ച് അതേപോലെ മമ്മൂക്ക വേറൊരു സ്ഥലത്ത് പുള്ളിക്കാരനെ പോകേണ്ട സ്ഥലത്ത് കൊണ്ടുവിടുകയും ചെയ്തു. വളരെ സന്തോഷമായിട്ട് ഇവർ പിരിയുകയും ചെയ്തു. ഇതായിരുന്നു ഇതിൻ്റെ ഒരു കഥ. ഓക്കെ, അപ്പം ഇനി എന്താണ് ഈ പറയുന്ന പൊളിഫിറോസ് പറഞ്ഞതെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിലെ മറ്റാണ് ഷൂട്ട്. നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്. ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി. അപ്പോൾ അയാൾ വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തതാണ്. മമ്മൂക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ അയാളുടെ ഈ അടുത്തിടയ്ക്ക് ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് പൊളിഫിറോസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും നമ്മൾ എസ് വെച്ച് കൊടുക്കണമെന്ന്. ഈ പുള്ളിക്കാരന് നല്ലത് വരേണ്ട ഒരു കാര്യമാണ് മമ്മൂക്ക പറഞ്ഞു കൊടുത്തത്. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പുള്ളി വളരെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം സംസാരിച്ചതെന്ന്. അതിനകത്ത് ആ പുള്ളിക്കാരൻ നടന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വലിയ ഗ്ലോറിഫൈ ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. പുള്ളിയുടെ ഒരു അനുഭവമായിട്ട് ഷെയർ ചെയ്തതാണ്. മമ്മൂക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അത് മാത്രമല്ല തിരിച്ച് പുള്ളിക്കാരൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണവും കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് അവർ പിരിയുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇനി എന്താണ് കുറ്റമായിട്ട് വന്നിരുന്ന് പറയേണ്ടത്? ശരിക്കും എന്താണ് ഇതിനകത്ത് പൊളിഫിറോസ് ഉദ്ദേശിച്ചതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. റീച്ചായിരിക്കും, വേറെ ഒന്നും അല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ പൊളിഫിറോസിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഇവിടെയും കേട്ടത് വന്നിരുന്നിട്ട് ചുമ്മാ വന്നിരുന്ന് പറയാതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനൊരു വ്യക്തത വരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട്. ഓക്കെ.